നമസ്കാരം മക്കളെ, കോളിഫ്ലവർ ഉരുളൻകിഴങ്ങ് മസാല കറിയാണ്. അതിനായിട്ട് കോളിഫ്ലവർ, ഉരുളൻകിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ കട്ട് ചെയ്ത് മഞ്ഞപ്പൊടിക്കകത്തൊക്കെ കഴുകിയതാണ്. കട്ട് ചെയ്താണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇത് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ വേവിച്ചെടുത്തു കോരിയെല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതൊന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ്. പിന്നെ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതെല്ലാം കോരി എടുത്തതിന് ശേഷം ഈ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ആവശ്യത്തിന് വേറെ എണ്ണ ചേർക്കാൻ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കടുകിട്ട് കറിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് മൂത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി വെള്ളമെല്ലാം പോകുന്നിടം വരെ ഉപ്പും ചേർത്ത് നമ്മൾ വഴറ്റി എടുത്തിട്ട് നമ്മളൊന്ന് അടച്ചും വെക്കുന്നുണ്ട് എണ്ണ തെളിയാൻ വേണ്ടി. അങ്ങനെ വീണ്ടും അടച്ചും തുറന്നും എടുത്ത് ചിക്കിയെടുത്തു. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി എന്നിവ എല്ലാം ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ കണക്കാക്കി മുളക് പൊടിയും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് എല്ലാം മൂത്തതിന് ശേഷം തത്തിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഇപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മളതിനകത്ത് അരച്ച തക്കാളി ചേർത്താണ് നമ്മുടെ കിഴങ്ങ് വേവിക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും തക്കാളിയും ചേർത്ത് നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കൃത്യമായ കണക്ക് സഹിതം അതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളിതിനകത്ത് കോളിഫ്ലവറും വറുത്ത് വെച്ച കോളിഫ്ലവറും ചേർത്ത് വീണ്ടും കൂട്ടി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും ചേർത്ത് നമുക്കിത് കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടെ വേവിച്ച് കുറുക്കി വറ്റിച്ച് എണ്ണ തെളിയുന്നിടം വരെ എടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡിയായി മക്കളെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ശരി.